السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا إلى آخر الآية. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാം ഭീകരതയല്ല. ഇന്നത്തെ ഈ കാലം ഇസ്ലാമിനെ മ്ലേച്ഛവൽക്കരിക്കുന്ന, ഭീകരവൽക്കരിക്കുന്ന ഒരു കാലമാണ്. ഭീകരതയെ സമാധാനമായും സമാധാനത്തെ ഭീകരതയായും വക്രീകരിച്ചെടുക്കുന്ന ഈ കാലത്ത് ഇസ്ലാമിന്റെ സത്യം മനസ്സിലാക്കലും അതിനെ ജനങ്ങളോട് പറയലും നാം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇസ്ലാം ഭീകരതയല്ല, ഇസ്ലാം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഇസ്ലാം അനുശാസിക്കുന്നത് സത്യവും സമാധാനവും സ്നേഹവുമാണ്. ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കൻ പ്രവിശ്യകളിൽ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നനുശാസിച്ച മതമാണോ ഭീകരത? അതോ തന്റെ മതത്തിന്റെയും വർഗത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ നരനായാട്ട് നടത്തുമ്പോൾ ما قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണോ ഭീകരത? ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനമെന്നാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, മതകാര്യങ്ങളിൽ ഒരു ബലപ്രയോഗവുമില്ല, സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിൽ ഒരു ജീവൻ രക്ഷിക്കുന്നത് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ്. യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിൽ പോലും നീതിയെ മുറുകെ പിടിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമാണോ ഭീകരത? അതോ തന്റെ ശത്രുവിനോട് അടങ്ങാത്ത അമർഷത്തിന്റെ പേരിൽ മുഴുവൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളെ പോലും മറുകൊല ചെയ്യുമ്പോൾ يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى എന്നനുശാസിച്ച എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണോ ഭീകരത? ബഹുമാനികളെ, നാം മനസ്സിലാക്കണം, ഇസ്ലാമിനെ തകർക്കാനുള്ള പൈശാചിക ശക്തികളുടെ കുതന്ത്രങ്ങളാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഇസ്ലാം അനുശാസിക്കുന്നത് പോലെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും നീതിപരമായും അങ്ങേയറ്റം നീതിപരമായി കടമകളെല്ലാം പാലിച്ച് നമ്മുടെ ഇടയിലുള്ള സമൂഹങ്ങളോട് പെരുമാറുക. രണ്ടാമത്തേത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ 1000 തവണ ഇസ്ലാം ഭീകരത ഇസ്ലാം ഭീകരത എന്ന് ആർത്തു വിളിക്കുമ്പോൾ നമ്മൾ 1100 തവണ ഇസ്ലാം ഭീകരതയല്ല, ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം സമാധാനമാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കണം. പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറുപ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.